അപ്പോൾ അതായത് ഇപ്പോൾ ഈ മജീഷ്യൻ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു സാധനം അത് ഇവിടെ ആരുടെയോ കയ്യിലിരുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിരുന്ന സാധനമാണ്. നമുക്കതിനെ തിരക്കി പോയി കഴിഞ്ഞാൽ അത് ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കിയതാണെന്ന് കണ്ടുപിടിക്കുക. സത്യസായി ബാബയെ പോലുള്ള ആൾക്കാർ ഒരു വാച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു, റോളക്സ് വാച്ച് ഫോർ എക്സാമ്പിൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ റോളക്സ് വാച്ച് എന്ന് പറയുന്നത് വാച്ച് ആരുടെയാണ്? റോളക്സ് കമ്പനിയുടെയാണ്. അവരുണ്ടാക്കുന്ന അതേ ഫോർമാറ്റിൽ അതേ വാച്ച്, പക്ഷേ ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടില്ല. മന്ത്രങ്ങളും നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അപ്പം മന്ത്രത്തിനെ നമ്മൾ പറയുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ കോഡഡ് മെസ്സേജുകളാണ്, പാസ് കീ എന്ന് പറയാൻ പറ്റും. ഒരാളിനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിന് ദോഷമൊക്കെ വരും, കാരണം ഇതിന് പവറാണ്, പക്ഷെ അത് തിരിച്ചടിയും. ഇവിടെ സായി ക്ഷേത്രങ്ങളിൽ വട്ടിയൂർക്കാവിലൊരു സായി ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വിഭൂതി വീഴുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. മന്ത്രത്തിൻ്റെയും ഇതുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണോ ഇങ്ങനെ ഒരു രൂപം വരുന്നത്? സ്ഥിരം ഒരു സ്ഥലത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ചുറ്റാകെ ഒരു ഓറ നമുക്കുണ്ടാവും. ചേട്ടാ, ഈ മന്ത്രങ്ങൾ നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. മന്ത്രം പറയുന്നു, ഇങ്ങനെ കാണിക്കുന്നു, എറിയുന്നു, അപ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുങ്കാറ്റ് വരുന്നു, അല്ലെങ്കിൽ വേറെ മറ്റു രൂപങ്ങൾ അവിടെ വരുന്നു. ഈ മന്ത്രങ്ങൾക്ക് ഇത്ര ശക്തിയുണ്ടോ? ഒപ്പം തന്നെ ഈ മന്ത്രങ്ങളും നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു വാക്ക് മാറി ഉച്ചരിച്ചാൽ അത് നമുക്ക് തിരിച്ചടിക്കും എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ ഇത് മനനാത് ത്രായതേ ഇതി മന്ത്രം എന്നാണ്. അതായത് മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത്, ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. അപ്പം മന്ത്രത്തിനെ നമ്മൾ പറയുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ കോഡഡ് മെസ്സേജുകളാണ്, പാസ് കീ എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ശരിക്കും അതിനനുസരിച്ചുള്ള ഒരു ഊർജ്ജം പ്രവഹിക്കുകയാണ്, അല്ലെ ആ ഒരു ഊർജ്ജം അവിടെ ഉണ്ടാക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാറ്ററും എനർജിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള, അതുകൊണ്ടാണ് ഈ മൂലമന്ത്രം എന്ന് പറയുന്നത്. ഓരോ ഡേറ്റിക്കും അതിൻ്റെതായിട്ടൊരു പാസ് കീ ഉണ്ട്, അതാണ് മൂലമന്ത്രം. വേറൊരു മന്ത്രം ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഈ ഡോർ തുറക്കില്ല. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയുള്ള ഒരു ഡിവിനിറ്റിയിലേക്കുള്ള, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഈ അതീന്ദ്രിയതയിലേക്കുള്ള പാസ് കീകളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മന്ത്രങ്ങൾ വളരെ രീതിയിൽ, അതായത് ദർശനം കിട്ടി, ഋഷിക്ക് ദർശനം കിട്ടി, ഋഷിയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഛന്ദസ്സും ഇതൊക്കെ പറയുന്നത്. ഈ മന്ത്രങ്ങൾ കൂടുതലും സംസ്കൃതം ആണ് സംസ്കൃതം, കാരണം ആദിഭാഷ സംസ്കൃതമാണല്ലോ. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ഉണ്ടായിട്ട് 400 വർഷമല്ലേ ആയുള്ളൂ, ആദിഭാഷ സംസ്കൃതമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലുള്ള പല വാക്കുകൾ യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പം നമ്മൾ ബ്രോ എന്ന് പറയില്ലേ, അത് ശരിക്കും ഭ്രാത എന്നുള്ള വാക്കിൽ നിന്ന്, സഹോദരൻ എന്നുള്ള അർത്ഥമാണ് ബ്രദർ എന്നുള്ള വാക്ക് വന്നത്. പിത എന്നുള്ള വാക്കിൽ നിന്നാണ് പിഠേ എന്നുള്ള വാക്ക് വന്നിട്ടാണ് അതിന് പി മാറിയിട്ട് എഫ് ആയതാണ് ഫാഠേ എന്നായിട്ട് അത് ഫാദർ എന്ന് മാറിയത്. അപ്പൊ ത്രീ എന്നുള്ള വാക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്, ത്രിസന്ധ്യ, ത്രിവേണി, ത്രിമൂർത്തി, ഇതിലെല്ലാം ത്രീ ഉണ്ട്. ഇതേ ത്രീ തന്നെ അവർ മൂന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സംസ്കൃതത്തിനെ ഒഴിവാക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംസ്കൃതത്തിലാണ് ഈ മന്ത്രങ്ങളെല്ലാം, ആദിമമായുള്ള മന്ത്രങ്ങളെല്ലാം വന്നിരിക്കുന്നത് അത് തന്നെയാണ്. ഇനി ഈ മന്ത്രത്തിന് മറ്റൊരു പ്രത്യേകിച്ച് ചില സങ്കല്പശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ മന്ത്രം ശരിയായ രീതിയിൽ, ഇപ്പം നമ്മൾ ഈ ഓത്ത് പറയുന്ന കുട്ടികളുണ്ട്, വേദം, അത് ശരിക്കും ചൊല്ലുന്നത് ശരീരത്തിന്റെ ചില പ്രത്യേകമായ ചലനങ്ങളോട് കൂടിയാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി വൈബ്രേഷൻസിനെ കുറിച്ച് അവർക്കറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജി വൈബ്രേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത് പ്രത്യേകമായ രീതിയിൽ ചിട്ടപ്പെടുത്തി, അത് ഞാൻ പറഞ്ഞ കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പാസ് കീകളാണ് യഥാർത്ഥത്തിൽ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ മന്ത്രങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഉച്ചരിച്ച് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാത്രമേ അതിന് അതിൻ്റെതായ ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ഒരു മന്ത്രം ഇത്ര പ്രാവശ്യം എന്നുള്ള ഒരു ഉരുവുണ്ട്, അത് പറഞ്ഞ് വരുമ്പോൾ മാത്രമേ, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രാണൻ നമ്മുടെ എല്ലാ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരീരത്തിനകത്ത് എനർജി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഒരു ഈൽ മത്സ്യം അതിന് കലണ്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു, മിന്നാമിനിങ്ങിന് വെളിച്ചം ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. ഒരു വവ്വാൽ ഉണ്ടാക്കുന്ന ശബ്ദം സൂപ്പർസോണിക് വിമാനത്തിന്റെ ശബ്ദത്തിനേക്കാൾ മുകളിലാണ്, 20,000 ഹെഡ്സിന് മുകളിലായതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആരാ ഇതിന് ഈ ടെക്നോളജി കൊടുക്കുന്നത്? ഒരു കൊതുക് നമ്മളിങ്ങനെ പറക്കുമ്പോൾ ഈ മൂളക ശബ്ദം കേൾക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അതിന്റെ ചിറകടിയുടെ ശബ്ദമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നീ വേണമെങ്കിൽ രക്തം കുടിച്ചോ എന്നിട്ട് മൂളക ഒഴിവാക്കാൻ പറയും. പറ്റില്ല, അതിന്റെ ഫ്ലിപ്പ് ഈ ഈ ചിറക് ഇങ്ങനെ അടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഒരു ചീവീട് അതിന്റെ 2 കാലുകൾ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുന്ന, അല്ലെങ്കിൽ ആന്റിനെ വെച്ച് ഉരയ്ക്കുന്ന ശബ്ദമാണ് അസഹ്യമായ ശബ്ദം. മൈക്കിലൊക്കെ ഭയങ്കരമായിട്ട് അരോചകം. അതെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇതിനൊക്കെ ഈ പൊട്ടൻഷ്യൽ എവിടെ നിന്ന് കിട്ടുന്നു, ഈ പവർ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിൽ അതിൻ്റെതായ ഒരു അലയൊലി ഉണ്ടാക്കുന്നു. ആ അലയൊലി അതിനനുസരിച്ചുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു. വൈബ്രേഷൻസിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ആ എനർജിയുടെ വൈബ്രേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു ഡയറ്റി അത് ഉണർത്തുന്നു. ആ ഡയറ്റി അവിടെ
ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഈ തപസ് ചെയ്ത് ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന് കാര്യം അതാണ്. കാരണം അവർ പറയുന്നുണ്ട് ഈ ഭൂമിയിലെ ആളിന്റെ തപസ്സിന്റെ ശക്തി കാരണം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയും ചൂടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെ ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രജപം നടത്തുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ തോത് കൂടുകയാണ്. ആ ചൂട് എന്തായിട്ട് ഹീറ്റ് എനർജി ആയിട്ട് പോകുന്നു, തെർമോഡൈനാമിക്സ് ആയിട്ട് പോകുന്നു. അത് ആരെ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത്, അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞത്, രണ്ടും തമ്മിൽ നമുക്ക് വ്യത്യാസമില്ല. അപ്പം മന്ത്രങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഗുരുമുഖത്തു നിന്ന് അഭ്യസിച്ച് പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എങ്കിലും മാത്രമേ നമുക്ക് ഈഗോ ഇല്ലാതാവുള്ളൂ. പല കാര്യങ്ങളും നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നത്. അതെ അതെ അതെ. ചില മന്ത്രങ്ങളും ചില ശ്ലോകങ്ങളൊക്കെ യൂട്യൂബിൽ പലരും പാടിയിട്ട് തെറ്റായിട്ട് പാടിയിട്ടത് നമ്മൾ പാടുന്നു. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അക്ഷരം ശരിയാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉച്ചാരണം ശരിയാവണമെന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ ഇടയ്ക്ക് എവിടെയെങ്കിലും മുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വീണ്ടും മാറും. ഇപ്പം അതായത് ഒരു ശ്ലോകത്തിനെ പല രീതികളിൽ തന്നെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ജ്യോതിഷികൾ പലപ്പോഴും പറയുന്നതിൽ എല്ലാവരും പറയുന്ന ഒരേ ഉത്തരം ആവാത്തതിന് കാരണം അതാണ്. കാരണം ഇതിനെ എങ്ങനെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നു. ഇപ്പം നല്ലൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് നല്ലൊരു ഡോക്ടർ? രോഗിയെ കാണുമ്പോൾ തന്നെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന ആളാണ്. കുറച്ചുകൂടെ മോശപ്പെട്ട ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചോദിക്കും? ലാബ് റിപ്പോർട്ട് ചോദിക്കും, അല്ല പരിശോധനയിലൂടെ കണ്ടുപിടിക്കും. ഏറ്റവും മോശപ്പെട്ട ഡോക്ടറാണ് എന്ത് ചോദിക്കുന്നത്? ലാബ് റിപ്പോർട്ട് ചോദിക്കും. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാർ ഒരാൾ വിളിക്കുമ്പോൾ പറയും, ഇന്ന ആളിന് ഇന്ന അസുഖമാണെന്ന് ഇവിടെ ഒരു മരുന്ന് തയ്യാറാക്കാൻ പറഞ്ഞിട്ടാണ് രോഗിയെ കാണുന്നത്. നമ്മൾ ഐതിഹ്യമാരിൽ വെറും കഥകളൊന്നും അല്ല അതൊക്കെ. അതുപോലെ സർപ്പചികിത്സ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് പറയും ഇന്ന ദിക്കിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അവർക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നു? കാരണം അവർ പ്രപഞ്ചത്തിന്റെ സ്പന്ദനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ടെലിപ്പതി എന്ന് പറയുന്നതും അത് തന്നെയാണ്. തീർച്ചയായും ടെലിപ്പതി ഇതിന്റെ മറ്റൊരു വശമാണ്. ടെലിപ്പതി നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഒരാളിനെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആൾ ഇങ്ങോട്ട് വിളിക്കും. നമ്മൾ പാടുന്ന ഒരു പാട്ട് ചിലപ്പം കൂടെ ഇരിക്കുന്ന ഒരാൾ പാടും, അയ്യോ ഞാൻ ഇത് പാടാൻ വന്നത്, ഞാൻ ഇത് പറയാൻ വന്നതാണെന്ന് പറയില്ല. ഇത് ഇറ്റ് ഹാപ്പൻസ്. ടെലിപ്പതി അതും ഈ പ്രപഞ്ച ബോധവുമായിട്ട് നമ്മൾ കണക്ട് ആകുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഏഷ്യാനെറ്റ് പോകുന്നുണ്ട്, സൂര്യ പോകുന്നുണ്ട്, ഇതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നു. നമുക്ക് കാണാൻ പറ്റത്തില്ല, കാര്യം നമ്മുടെ കയ്യിൽ ഡിവൈസ് ഇല്ല. ആ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. ഈ വൈബ്രേഷൻസിന്റെ സ്റ്റേറ്റസിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പ്രാപ്യമാണ്. അപ്പം മന്ത്രങ്ങൾ തെറ്റിച്ചുച്ചരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെതായ ചില ഫലസിദ്ധികളിൽ അതിൻ്റെ ഒരു പ്രശ്നം വരും. പക്ഷേ എങ്കിലും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ആദിവാസി മാന്ത്രികത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതൊന്നും ഇതുപോലുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങളല്ല. ഇതുപോലെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയ, അതിന് പ്രത്യേകിച്ച് ചില മീറ്റർ ഇല്ല. ഇപ്പം ഛന്ദസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഋഷിയില്ല, ദേവതയില്ല. ഇപ്പോൾ ഒരു ഋഷി വേണം, ഈ മന്ത്രം കണ്ടെത്തുന്നൊരു ഋഷിയുണ്ട്, ആ ഉപാസിക്കപ്പെടുന്ന ദേവതയുണ്ട്, അത് പറയേണ്ട ഒരു മീറ്റർ ഉണ്ട്, അതിനാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ഇത് മൂന്നും പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മന്ത്രം പറഞ്ഞു തുടങ്ങുന്നത്. ശരിക്കും അറിയാവുന്നുള്ളൊരു മന്ത്രം പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആദിവാസി മാന്ത്രികത്തിൽ, ആദിവാസി മാന്ത്രികം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വാമൊഴിയായിട്ട് വരുന്ന പല കാര്യങ്ങളിലും ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഉപാസകന്റെ മനോബലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സങ്കല്പശക്തി വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ടാണ് വിഡ്ഢി കൂഷ്മാണ്ഡം എന്നൊരു കഥയുണ്ട്. അതായത് ഗുരു ശിഷ്യനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്, പക്ഷെ ആ വാക്കിനെ ഗുരു പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഭയങ്കരമായിട്ട് അതിൽ മനനം ചെയ്തത് കൊണ്ട് അതിലയാൾക്ക് സിദ്ധി കിട്ടിയെന്നാണ്. അതാണ് മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. സിദ്ധിക്കുക, ആ പവർ നമ്മളിലേക്ക് വരിക, അത് എത്രയോ ലക്ഷം പ്രാവശ്യം ഉരുക്കഴിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഈ ഗവേഷണ ബുദ്ധി കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ സൗന്ദര്യലഹരി വായിച്ചിട്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇത്രയും പ്രാവശ്യം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ജപിക്കാനുള്ള ഒരു ഇതില്ല. അതിൽ പറയുന്ന ഇന്ന സാധനങ്ങളിൽ ഇന്ന രീതികളിൽ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുമുള്ള ഒരു ഇതില്ല. ഞാനിപ്പം വെറും പേപ്പറിൽ ഇത്ര നമ്പറിന് പകരം ഇത്ര നമ്പർ ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സങ്കല്പം വെച്ചു. പക്ഷെ അത് സംഭവിച്ചു. അപ്പോൾ ഇതൊരു മന്ത്രത്തിൻ്റെ ഫലസിദ്ധിയുടെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മ രോഗശൈലിയിൽ കിടക്കുമ്പോൾ ധന്വന്തരി ജപം. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കാരണം വളരെ മോശമായിട്ട് നിന്ന വൈറ്റൽസ് ഈ ജപം തുടങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് ഇമ്പ്രൂവ് ആയി വരും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മന്ത്രം മാത്രമല്ല, സംഗീതത്തിന് ഇതുപോലെ മനുഷ്യൻ ഭയങ്കരമായി, മനുഷ്യരിലെ എല്ലാ ജീവികളിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പശുക്കൾക്ക് പാട്ട് കേൾപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഓരോ രാഗത്തിനും അതിൻ്റെതായ പ്രത്യേകത, രോഗങ്ങൾ മാറ്റാൻ കഴിയുന്ന രാഗങ്ങളുണ്ടെന്നാണ്. ഈ ഓരോ രാഗവും യഥാർത്ഥത്തിൽ പറയേണ്ട ഒരു, അല്ലെങ്കിൽ അത് പാടേണ്ട ഒരു സമയമുണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്ത് മാത്രമേ അത് പാടാവൂ. മറ്റൊരു സമയങ്ങളിൽ ഇപ്പോൾ ശ്യാമരാഗം സന്ധ്യയ്ക്ക് പാടുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോ രാഗത്തിനും അതിൻ്റെതായ സമയങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെയാണ് ഈ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യാതെ, അതെ ഈ വലിയ യാഗങ്ങൾ നടന്നു വലിയ മഴ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു സിനിമ വരെ ഉണ്ട്. അല്ല, ഇവിടെ തിരുവനന്തപുരത്തൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഈ പർജന്യ യാഗമൊക്കെ നടത്തുമ്പോൾ. അരുവിക്കര മുണ്ടേല എന്നുള്ള സ്ഥലത്ത് നടത്തിയിരുന്നു.
അപ്പോൾ ഇതിലൊക്കെ ഈ മന്ത്രത്തിൻ്റെ ശക്തി കൂടുതലാണ്. ഈ പ്രപഞ്ചമായിട്ട് നമ്മൾ ഈ മന്ത്രത്തിന് വളരെ ബന്ധമുണ്ട്, ശാസ്ത്രീയപരമായിട്ടുള്ള ബന്ധമുണ്ട്. അതാണ് പറഞ്ഞത്, ഈ അൽഗോരിതം ഉണ്ടല്ലോ, പ്രകൃതിയിലെ ഒരു അൽഗോരിതം ഉണ്ട്. ആ പ്രപഞ്ചത്തിന്റെ അൽഗോരിതത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പാസ് കീ ആണ്. നമ്മൾ ഇന്നൊരു മെസ്സേജ് കൊടുക്കുക, നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത് വിടുന്നതിന് പകരം നമ്മൾ സങ്കല്പത്തിലൂടെ ഒരു സാധനം കൊടുക്കുമ്പോൾ അത് പ്രപഞ്ച ബോധ മനസ്സ് സ്വീകരിക്കും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി, ആസ് ഈസ് ദ ഹ്യൂമൻ മൈൻഡ് സോ ഈസ് ദ കോസ്മിക് മൈൻഡ്, ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം. അപ്പം നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ചത്തിന്റെ മനസ്സ്. അപ്പം നമുക്ക് അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് അതിരാത്രമൊക്കെ നടക്കുമ്പോൾ വിദേശങ്ങളിൽ നിങ്ങൾക്ക് വളരെ വലിയ സന്നാഹങ്ങളോടുകൂടി അവരോട് ഒന്ന് പഠിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലുണ്ടെന്ന മാറ്റം എന്താണ്. ഈ അതിരാത്രം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചില ശിവരൂപങ്ങൾ തെളിയുന്നു, ചില അവർ വയ്ക്കുന്ന ക്യാമറയിൽ ഇത് പകരുന്നു, അവസാനം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മന്ത്രത്തിൻ്റെയും ഇതുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണോ ഇങ്ങനെ ഒരു രൂപം വരുന്നത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ജപിക്കുമ്പോഴും അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ജപിക്കുന്ന സ്ഥലത്ത്, സ്ഥിരം ഒരു സ്ഥലത്തിൽ നമ്മൾ ശുദ്ധിയോടുകൂടി നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ചുറ്റാകെ ഒരു ഓറ നമുക്കുണ്ടാവും. നമ്മുടെ ഓറയിൽ വ്യത്യാസം വരും. ഇപ്പോൾ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓറ സ്കാനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റേക്കി ഹീലിങ്ങിലൊക്കെ ഓറ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വളരെ കംഫർട്ടബിൾ അവിടെ വരുമ്പോൾ. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ വളരെയേറെ ഫീലിംഗ് റിലാക്സ്ഡ് ആവും. അപ്പോൾ ഈ ശരിക്കും ആചാരങ്ങളൊക്കെ സന്തോഷം. തീർച്ചയായിട്ടും ഈ യാഗങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിയുന്ന ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പക്ഷേ നമ്മുടെ ഈ എന്താ ഒരു അല്പബുദ്ധി വെച്ചുകൊണ്ട് നമ്മളിതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ രോഗമുണ്ട് എന്നുള്ള അക്സെപ്റ്റൻസ് ഓഫ് ദ ഡിസീസ്, അപ്പോൾ നമ്മളവിടെ പകുതി വിജയിച്ചു. എനിക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കണം, എനിക്കൊരു അസുഖമുണ്ട്, ഓക്കെ, ഞാൻ അസുഖമുണ്ട്. ആ അക്സെപ്റ്റൻസ് ആണ് പ്രധാനം. നമ്മളിവിടെ ആദ്യമേ വരുന്നത് എന്താണ്, ഇല്ല എന്ന് നമ്മൾ നെഗേഷൻ കൊടുക്കുകയാണ്. കൊടുക്കുന്തോറും അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ എപ്പോഴാണോ ഒരു സാധനത്തിന് ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, അത് ഇഫ് യു റിപ്രസ് സംതിങ് ഇറ്റ് വിൽ എക്സ്പ്രസ് എന്നാണ്, അല്ലെ, അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഒരു ഫലശുദ്ധി അല്ലെങ്കിൽ ഒരു ഫലസിദ്ധി നമുക്ക് ഉണ്ടാകുന്നു എന്നൊരു വിശ്വാസം വളരെ പ്രധാനമാണ്. ഇപ്പം അതാണ് പറയുന്നത്, ഈ മേൽപ്പത്തൂരിൻ്റെ ജ്ഞാനത്തിനേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്നെ സന്തോഷിപ്പിച്ചതെന്ന് കൃഷ്ണൻ പറയുന്നത്. കാരണം അതാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർമ്മമമായ പ്രാർത്ഥനയാണ്. അതായത് കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ ഫലിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പം നമ്മൾ എന്താണ് ബയാസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ പോയി ഒരു കാര്യം ചെയ്തു, ഇന്ന പോലെ ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോയി ചെയ്തു. ആര് പറഞ്ഞിട്ടാണ്? എനിക്കില്ലെന്ന് വലിയ വിശ്വാസമൊന്നുമില്ല, വലിയ അസ്ട്രോളജർ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതല്ല. നമ്മുടെ ആ വിശ്വാസം, സങ്കല്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സങ്കല്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്ന് മോഡേൺ സയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ വരുന്ന രോഗികളെ, ഞാൻ പറയില്ലേ, ഓവർ ശാസ്ത്രാന്ധത ഇല്ലാത്ത പ്രിയപ്പെട്ട ഡോക്ടർമാർ പറയുന്നുണ്ട്, സാന്ത്വന ചികിത്സ, നിങ്ങൾക്ക് ഈ അസുഖം ഇല്ല നിങ്ങൾ സങ്കല്പിക്കുന്നു, അങ്ങനെ പ്രശ്നമില്ല. ചില സ്ഥലങ്ങളിലേക്ക് ആളുകൾ വെറും പച്ചവെള്ളം മാത്രം മരുന്ന് കൊടുക്കുന്നുണ്ട്, അസുഖം മാറുന്നുണ്ട്. വിചാരിക്കുന്ന ഇത് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത വലിയ സംഭവമാണ്. ഈ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും പറയാറുണ്ട്, ഡോക്ടർ 10 സ്ഥലത്ത് കുഴൽ വെച്ച് നോക്കി. ഒരാൾ പറയും, ആ ഡോക്ടർ എന്നെ അതൊന്നും ചോദിച്ചത് പോലുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. പണ്ട് ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പഠിച്ച, അതെ. ഇപ്പം ഇത്രയും ജീവി വിഭാഗങ്ങളുള്ളതിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഈ പട്ടിയും പൂച്ചയ്ക്കൊക്കെ അവർക്കെല്ലാം അസുഖം വരുന്നുണ്ട്. മനുഷ്യനുള്ള സമ്പർക്കം കൊണ്ടാണ് അവർക്ക് അസുഖം വരുന്നത്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൃത്യമായിട്ട് അവർ അതിന്റെ ഈ ഇത് കണ്ടെത്തുന്നുണ്ട്, മരുന്ന് കണ്ടെത്തുന്നുണ്ട്. അതെ, ചില സമയത്ത് പോയി ഇലയൊക്കെ പുല്ലൊക്കെ കഴിച്ചിട്ട് അവർക്ക് മരുന്ന് അവർ മാറുന്നുണ്ട്. ഇപ്പം സങ്കീർണമായ അസുഖങ്ങൾ മനുഷ്യനാണ്. അതിന് കാരണം മനുഷ്യന്റെ ജീവിത രീതി വളരെ സങ്കീർണമാകുന്നു. ഇപ്പോൾ ഫോൾട്ടി തോട്ട്സ് ക്രിയേറ്റ് ഡിസീസസ് എന്ന് പറയാറുണ്ട്. അതായത് തെറ്റായ ചിന്തകളാണ് രോഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അംശം നമ്മളിവിടെ ഉണ്ടാക്കുന്നു, അല്ലേ. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഡിപ്രഷനുള്ള ആൾക്കാരുണ്ട്. അതായത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ചില, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ നമുക്ക് എല്ലാം മനസ്സിൽ ഒതുക്കി ചില ജീവിക്കുന്ന ആളുകൾക്ക് ട്യൂമർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ഇതെല്ലാം നമ്മൾ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അങ്ങ് കളയണം. നമ്മൾ ഒന്നും എടുക്കരുത്, ഒന്നൊരു കാര്യം നമ്മളിലേക്ക് എടുത്തു വയ്ക്കാതെ ലെറ്റ് ഇറ്റ് ഗോ, അത് പോട്ടെ എന്ന് പറഞ്ഞ് പറയാനുള്ളൊരു ഭാവം നമുക്കുണ്ടാവണം. അത് മാറും. അപ്പോൾ അത് ഇപ്പോൾ മോഡേൺ സയൻസിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ ഇവിടെ അത് വരാൻ ഒരുപാട് സമയമെടുക്കും. കാരണം ഇവിടെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ പഠിച്ച മുയലിന് 3 കൊമ്പുണ്ട്, അതിൻ്റെ അപ്പുറം വേറെ, ഞാൻ പഠിച്ചവനാണ്, ഞാൻ ശാസ്ത്രം പഠിച്ചവനാണ് എന്നുള്ള ധാരണയുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ഈ മന്ത്രം പറയുമ്പോൾ തെറ്റായി പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഈ ശാരീരികമായി നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മന്ത്രം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സങ്കല്പത്തിലാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരാളിനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിന് ദോഷമൊക്കെ വരും, കാരണം ഇതിന് പവറാണ്. പക്ഷെ അത് തിരിച്ചടിയും. അപ്പോൾ ഇതെല്ലാം സാത്വികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആഭിചാര കർമ്മങ്ങൾ, അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ അത് ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. നമ്മൾ അഥർവം സിനിമയൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശരിക്കും നടക്കും. പക്ഷേ അത് നടന്നു കഴിഞ്ഞാൽ
അത് പ്രപഞ്ചത്തിൻ്റെ ശുദ്ധബോധത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അടിയാണ്. ആ അടി തിരിച്ചു വരും. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ള മനോഹരമായ പേരിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇതിനെ വിളിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ഇതുണ്ടല്ലോ, ഓരോ ഇഫക്റ്റിനും അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഈ നിമിഷം അങ്ങ് ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ഇത് വർഷങ്ങളുടെ മുമ്പ്, ചിലപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നിമിഷം ഇങ്ങനെ സംഭവിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം തന്നെ ഒരുക്കി ഒരു നിമിഷമാണെന്ന് വിശ്വസിച്ചാൽ എളുപ്പമാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അങ്ങ് ജനിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ ഇതൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു നിമിഷത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. കാരണം അങ്ങയുടെ ട്രാക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അതെ, എൻ്റെ ട്രാക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സ്കൂളിംഗ് കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഇരിക്കില്ല. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു വലിയ സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സാധനത്തിലേക്ക്, അതായത് നിശ്ചലമായി കിടക്കുന്ന ഒരു തടാകത്തിലേക്ക് നമ്മളൊരു വലിയ കല്ലെടുത്തെറിഞ്ഞാൽ അത് ഒരുപാട് പേരിലേക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ബോധം എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്വികമായിരിക്കുക, നന്മയുണ്ടാവുക, ശാന്തി ഉണ്ടാവുക. ഇതൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ ബോധമനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൃത്രിമമായിട്ടുള്ള ഒരു അനുരണനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു കൃത്രിമത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. മാജിക്, എനിക്ക് തോന്നുന്നു പലരും ഈ ശാസ്ത്രീയത ഈ മാജിക്കിനെയാണോ കണ്ടതെന്ന് സംശയമില്ലാതില്ല. അപ്പോൾ ഈ മറ്റേ ആൾ കാണിക്കുന്ന ഈ സ്വാമി ഇപ്പോൾ ഭസ്മം എടുക്കുന്നു, വായിൽ നിന്ന് ലിംഗം എടുക്കുന്നു പലരും. അപ്പോൾ അതൊക്കെ ഈ മജിഷ്യൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാജിക്കും മന്ത്രവും, ഈ മാജിക്കും ആത്മീയതയും, ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? അപ്പം അങ്ങ് ചോദിച്ചാൽ വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാജിക്ക് കാണിക്കുന്ന ആളുകൾ പറയുന്നത് അക്കാഡമിക് തലങ്ങളിൽ വളരെയേറെ ശാസ്ത്രത്തിൻ്റെ ഒരു മറുവാക്കായിട്ടൊരു മാറുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ മജീഷ്യൻസ് അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ് നമ്മൾ പരിശോധിച്ച് നോക്കണം. ശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ, മനഃശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആരാണ് ഇവർക്ക് മൊണോപ്പൊളി കൊടുത്തിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ESP റിലേറ്റഡ് ആയ ഒരു സംഗതി വരികയാണെങ്കിൽ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതീന്ദ്രിയമായൊരു കഴിവുണ്ടെങ്കിൽ ആരാണ് അതിനെ റിസർച്ച് ചെയ്യേണ്ടത്? ഒരിക്കലും മജീഷ്യൻസ് അല്ല. അപ്പം മജീഷ്യൻസ് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ ഈ കാണിക്കുന്ന അത്ഭുതങ്ങൾ പക്ഷേ എന്തിലൂടെയാണ്? കൈയടക്കത്തിലൂടെയും അവർ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത്, അല്ല വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കംപ്ലീറ്റ് സയൻസാണ്. സയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് എപ്രകാരത്തിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്താം എന്നുള്ളതാണ്. പക്ഷേ ഇതിനു മുമ്പും ഇവിടെ വാഴക്കുന്നും അങ്ങനെയുള്ള ആൾക്കാർ, വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഒരുപാട് സംഗതികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അത്രയും കീനായിട്ടിരുന്നാൽ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഇതിൻ്റെ എല്ലാ ട്രിക്കുകൾ പൊളിച്ച് എടുക്കുന്ന ഒരുപാട് ട്രിക്കുകൾ വന്നിട്ടുണ്ട്. വിദേശത്ത് ഉപയോഗിക്കുന്ന ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാജിക് ഷോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ സംഭവിക്കും, നമുക്ക് ഒരു തരത്തിലും കിട്ടില്ല. ആ ലെവലിലോട്ട് കേരളത്തിലെ മജീഷ്യൻസ് ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. അവർക്ക് അതിലോട്ട് ഉയരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞത്, ഇപ്പോൾ മജീഷ്യൻ ഒരു പെർഫോമറാണ്, അദ്ദേഹം ഒരു കലാകാരനാണ്. ഇപ്പോൾ കല എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം കം ലാതി ഇതി കല എന്നാണ്. അതായത് അനുവാചകളിൽ ആനന്ദമുണ്ടാക്കുന്നതാണ് കല. ഇപ്പം മാജിക് കാണുമ്പോൾ എപ്പോഴും ആനന്ദം ഉണ്ടാവണമെന്നില്ല, അത് ഉണ്ടാകുന്ന ഒരുതരം ഒരു ഭയം, ഒരു ഹാലൂസിനേഷൻ ഒക്കെയാണ്. പക്ഷെ പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അതൊരു കലയായിട്ടാണ്, ഇന്ദ്രജാലം. അതുകൊണ്ട് തന്നെ ഈ പല സ്വാമിമാർക്കും ഐന്ദ്രജാലികമായ കഴിവുകളുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല. ഇപ്പം ലെവിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു വടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. വെള്ളത്തിന്റെ പുറത്ത് ഇപ്പോഴും അത് പല കുട്ടികളും ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹഠയോഗ പഠിച്ച് വെള്ളത്തിന്റെ പുറത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്? പ്രാക്ടീസിലൂടെ എനിബഡി ക്യാൻ ഡു. സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിച്ചത് എന്നാണ് എൻ്റെ അർത്ഥം, കിട്ടിയത് എന്നാണ്. അപ്പോൾ ആ സിദ്ധി എന്ന് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിലും ഏത് സ്ഥലത്തും നമുക്കത് പറയാം. ഇറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ, നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല. അതേസമയം മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഇരുന്ന് സംസാരിച്ച് ഇത് ഇന്നതാണ് ചെയ്തത്, ഈ രീതിയിലാണ് ഞാനിത് ചെയ്തത്. കാരണം ഇത് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പഠിച്ച് ചെയ്യുന്ന ഒരു സാധനവും മറ്റേതെന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം ഒരുപാട് സിദ്ധന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സിദ്ധന്മാർക്കെല്ലാം അഭൂതപൂർവമായ കഴിവുകളുണ്ട്. ചിലയിടത്ത് അതിന് ആളുകൾ കാത്തിരിക്കുന്നതാണ് ഒരു അടി കിട്ടാൻ വേണ്ടി. ഈ സിദ്ധൻ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ കുറേ പ്രശ്നങ്ങൾ മാറിയെന്നാണ് പറയുന്നത്. അതുപോലെ ട്യൂമറും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, പക്ഷെ അവരത് ബാധിക്കുന്നില്ല. കാരണം ഇതുപോലുള്ള ഇൻഫ്ലുവൻസ് അവരുടെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ മനുഷ്യൻ്റെ ചിന്ത, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്തരം മാജിക്കുകാർ ഇപ്പം ഒരു സിദ്ധൻ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ഭസ്മം ക്രിയേറ്റ് ചെയ്യുന്നു, ഇവരും ക്രിയേറ്റ് ചെയ്യുന്നു, മാല എടുക്കുന്നു, ഇവരും എടുക്കുന്നു. അപ്പം
ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ ചെയ്യുന്നു, ഇത് തന്നെയാണ് അവരും ചെയ്യുന്നതെന്ന് ഇവരങ്ങ് അതിന് പറയുക. വ്യത്യാസമുണ്ട്. അതിന് നമ്മൾ ഈ ടെലിപോർട്ടേഷൻ എന്നൊരു വാക്കുണ്ട്, ടെലിപോർട്ടേഷൻ, അപ്പോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ മജീഷ്യൻ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു സാധനം അത് ഇവിടെ ആരുടെയോ കയ്യിലിരുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിരുന്ന സാധനമാണ്. നമുക്ക് അതിനെ തിരക്കി പോയി കഴിഞ്ഞാൽ അത് ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കിയതാണെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ സത്യസായി ബാബയെ പോലുള്ള ആൾക്കാർ ഒരു വാച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു, റോളക്സ് വാച്ച് ഫോർ എക്സാമ്പിൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ റോളക്സ് വാച്ച് എന്ന് പറയുന്നത് വാച്ച് ആരുടെയാണ്? റോളക്സ് കമ്പനിയുടെയാണ്. അവരുണ്ടാക്കുന്ന അതേ ഫോർമാറ്റിൽ അതേ വാച്ച്. പക്ഷേ ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് തെഫ്റ്റാണ്. ഈ വാച്ച് യഥാർത്ഥത്തിൽ അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കി അവരുടെ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ നമ്പർ കാണുമല്ലോ, ആ നമ്പർ അതിനകത്തില്ല. ഇഞ്ചിൻ നമ്പർ. അതെ അതെ, അത് ഉണ്ടെങ്കിൽ മാത്രമേ, എങ്കിൽ എന്താണ് അവർക്ക് തെഫ്റ്റിന് കേസ് കൊടുക്കാം. അവരെ കമ്പനിയിൽ ഉണ്ടാക്കിയ ഒരു വാച്ച് ഇതാ ഇവിടെ സായിബാബ എടുത്ത് കൊടുത്തിരിക്കുന്നു, തെഫ്റ്റാണത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഫ്രം ദ അതർ വേൾഡ് ആണ് ഈ ഒരു സംഗതി വരുന്നതെന്നാണ്. അതുപോലെ തന്നെ ഭസ്മം, ഇവർക്ക് ലിമിറ്റുണ്ട്, എത്ര ഭസ്മം എടുക്കാൻ പറ്റും ഇവർക്ക്. പക്ഷേ ഇവർക്ക് എടുക്കുന്നതിന് ലിമിറ്റില്ല. ഇവിടെ സായി ക്ഷേത്രങ്ങളിൽ, വട്ടിയൂർക്കാവിലൊരു സായി ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വിഭൂതി വീഴുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. വലിയ 6 അടി പൊക്കമുള്ളൊരു ഫോട്ടോയിൽ നിന്ന് ഇങ്ങനെ വിഭൂതി താഴേക്ക് വീഴുന്നു. അദ്ദേഹത്തിൻ്റെ എത്രയോ ഭക്തന്മാരായ ആളുകളുടെ വീട്ടിൽ ഈ വിഭൂതിയുടെ സാന്നിധ്യം വരുന്നു, ഇപ്പോഴും സാന്നിധ്യം വരുന്നു. അതുപോലെ തന്നെയാണ് അവിടെ തേൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. തേൻ ഞാനിപ്പം എനിക്ക് ഒരു പ്രസാദം പോലെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്രിമമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. കൃത്രിമമായിട്ട് നമുക്ക് മഴ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നു, അല്ലേ? പക്ഷേ ഒറിജിനൽ മഴ എവിടെ നിൽക്കുന്നു, കൃത്രിമമായ മഴ എവിടെ? ഒറിജിനൽ മഴയ്ക്ക് അതിൻ്റെതായ പ്ലാനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ ടെലിപോർട്ടേഷൻ ബദൽ ഒരു സ്ഥലത്തിരിക്കുന്ന സാധനം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരിക, അത് ഈ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിപ്പിക്കുക. കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ഇവരെ ഇതിനെ മാറ്ററിനെ എനർജി ആയിട്ട് വിഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ സംയോജിപ്പിച്ചിട്ടാണ് വേറെ രീതിയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന, ഹ്യൂമൻ ഇതിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇനി ഈ തർക്കിക്കുന്നവരുടെ ഞാൻ പറയാറുണ്ട്, എന്തായാലും ശരി, ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്രയും വർഷം ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചില്ല, അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇത്രയും ഓപ്പണായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ കരൺജിയ എന്ന് പറഞ്ഞൊരു ബ്ലിറ്റ്സിൻ്റെ എഡിറ്ററായിരുന്ന ഒരാൾ, അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം താമസിച്ച് ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹോവാർഡ് മോഫറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സായിബാബ ദ മാൻ ഓഫ് മിറാക്കിൾസ് എന്ന പുസ്തകമുണ്ട്. അപ്പോൾ ഇങ്ങനെ അനുഭവജ്ഞരായ, പരിണിതപ്രജ്ഞരായ ധാരാളം ആളുകൾ ഈ വിഷയം ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിതിൻ്റെ രണ്ടിനെയും കൂടെ ഒരു നുകത്തിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നതാണ് ഈ കുഴപ്പം. അപ്പോൾ നമുക്കപ്പുറമുള്ള ഒരു സാധനത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അറിയാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടക്കുന്നുവെങ്കിൽ, അവിടെ പോയ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം? ഇപ്പോൾ സത്യസായി ബാബ ദൂരെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി ഡിവോട്ടീസിനെ അങ്ങനെ ഉണ്ടാക്കാറില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. സെയ്ജ് രമണിയുടെ അടുത്ത് പോകുമ്പോൾ എന്താണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, പോയ ആൾക്കാരെല്ലാം വളരെ ഈ ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് അവർക്ക് കിട്ടുകയാണ്, അല്ലേ? ആ ബ്ലിസ്സിന് വേണ്ടിയാണ് അവർ പോകുന്നത്. ഇപ്പോൾ മാതാമൃതാനന്ദമയിയുടെ അടുത്ത് വന്നിട്ട് ആൾക്കാർ കരഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കണ്ണീരൊഴുക്കി, അമ്മ എന്താ ചെയ്യുന്നത്, ഹഗ് ചെയ്യുന്നു, അമ്മ ഇങ്ങനെ അടുത്തിരിക്കുന്നു. പക്ഷേ അവർക്ക് നമുക്ക് ഈ കടയിൽ മേടിക്കാൻ കിട്ടാത്ത, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിലൊന്നും കിട്ടാത്ത എന്തോ ഒരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലിസ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. അത് ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് മാത്രമേ അതിനെ വായിച്ചെടുക്കാനോ അതിനെ മനസ്സിലാക്കാനോ സാധിക്കും. അതൊരിക്കലും ഈ മാജിക്കും മന്ത്രങ്ങളും കൊണ്ട് ഒക്കെ അതിനൊക്കെ മേളിലായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഈ ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും പ്രാക്ടീസ് ചെയ്യുന്ന ധാരാളം ഈ വിശ്വാസികളായ ആൾക്കാരുണ്ട്, 100%. ഇപ്പം നമ്മുടെ കടമറ്റത്തച്ഛൻ്റെ കഥയെ കേട്ടിട്ടുണ്ട്, കത്തനാർ. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ ദേവലക്കര നമ്പിയോ അല്ലെങ്കിൽ സൂര്യകാരടി മനയിലോ ഒക്കെ നമുക്കൊരിക്കലും എന്താ പറയുക, അത് പറഞ്ഞ് ഒരാളിനെ വിശ്വസിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ പ്രൊഫസർ ദേശികം രഘുനാഥ് സാറിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹം ഈ അവധൂതന്മാരുടെ മാത്രം പിറകിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ വെച്ച് ഡോക്ടർ CR പ്രസാദ് എന്നൊരു സാറ് പറഞ്ഞു, കാരണം ഞാൻ നേരിട്ട് കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു അവധൂതൻ ഞങ്ങൾ കിലോമീറ്ററുകൾ കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരുന്നു. എങ്ങനെ പോയാലും ഒരിക്കലും അത് സംഭവിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് വേറൊരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം നമ്മൾ ബയാസ്ഡ് ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ദ ഫില്ലിംഗ് അപ്പ് ഓഫ് എ വെസൽ, ഇറ്റ് ഈസ് എ കൈൻഡ്ലിംഗ് ഓഫ് എ ലാമ്പ് എന്നാണ്. ഒരു പാത്രം നിറയ്ക്കുന്നതല്ല വിദ്യാഭ്യാസം, പകരം ഒരു ദീപം കൊളുത്തി വയ്ക്കുന്നതാണ്. പക്ഷെ നമുക്കിവിടെ സംഭവിക്കുന്നത് ഫില്ലിംഗ് അപ്പാണ്. എന്തൊക്കെയോ കൊണ്ട് നമ്മുടെ ഫില്ലേഴ്സ് കൊണ്ട് നമ്മുടെ മൈൻഡിനെ നിറച്ചു വെച്ചേക്കുന്നു. അതിൽ തിരി കൊളുത്താനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. തീർച്ചയായിട്ടും നമുക്കിനി മറ്റൊരു അവസരത്തിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വീണ്ടും കാണാം. ഓക്കെ.